പാലക്കാട് നിലവിൽ ജില്ലാ പഞ്ചായത്തിൽ പുതിയ സീറ്റടക്കം 31 സീറ്റുകളാണ് ഉള്ളത്. നിലവിൽ ഉള്ളവയിൽ 27ഇടത്ത് LDF-നാണ് മുൻതൂക്കം, 3ഇടത്ത് മാത്രമേ UDF വരുന്നുള്ളൂ. മുനിസിപ്പാലിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ 7 മുനിസിപ്പാലിറ്റി നഗരസഭകളാണുള്ളത്. അതിൽ മേൽക്കൈ LDF മുന്നണിക്ക് തന്നെയാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ്. ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണത്തിൽ 13 എണ്ണത്തിൽ 11ഇടത്തും LDF ആണ്. ജില്ലാ പഞ്ചായത്തിൽ 88 പഞ്ചായത്തുകളിൽ, ജില്ലയിലെ 88 ഗ്രാമപഞ്ചായത്തുകളിൽ 62ഇടത്തും LDF ആണ്. അപ്പോൾ അത്തരത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ LDF-ന്റെ ഒരു മേൽക്കൈയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിഞ്ഞത്. എന്ത് പറയുന്നു പാലക്കാട്? സച്ചിൻ. വിൻഷ, പാലക്കാടൻ കോട്ട ചെങ്കോട്ട തന്നെയായിട്ടാണ് കഴിഞ്ഞ തവണ നിലനിന്നത്. അതിന് സമാനമായ രീതിയിൽ തന്നെ ഇത്തവണയും ആ ചെങ്കോട്ട തകരില്ല എന്ന് തന്നെയാണ് LDF-ന്റെ നേതാക്കളൊക്കെ ഇന്നലെ അടക്കം വ്യക്തമാക്കിയത്. കാരണം ഇന്നലെയായിരുന്നു തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം വന്നത്. വിൻഷ പറഞ്ഞതുപോലെ തന്നെ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. കാരണം 30 ഡിവിഷനുകളാണ് പാലക്കാട് ജില്ലാ പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. ആ 30 ഡിവിഷനുകളിൽ 27ഇടത്തും LDF-ന്റെ സ്ഥാനാർത്ഥികൾ വിജയക്കൊടി പാറിച്ചിരുന്നു. 3ഇടത്ത് മാത്രമാണ് UDF-ന് ജയിക്കാനായത്. അതിൽ 1 സീറ്റ് മാത്രമാണ് കോൺഗ്രസിനുള്ളത്, 2 സീറ്റ് മുസ്ലിം ലീഗിനാണ്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി തന്നെയാണ് UDF-ന് ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ നഗരസഭകൾ 7 എണ്ണമാണ് ഉള്ളത്. അതിൽ 5ഇടത്തും LDF ആണ് ഭരിക്കുന്നത്, 2ഇടത്ത് മാത്രമാണ്, 1ഇടത്ത് UDF-ഉം പാലക്കാട് നഗരസഭയിൽ BJP-യുമാണ് ഭരിക്കുന്നത്. പിന്നെ ബ്ലോക്ക് പഞ്ചായത്തുകൾ എടുക്കുമ്പോൾ അതിൽ 11ഇടത്ത് LDF ആണ്, 2ഇടത്ത് മാത്രമാണ് UDF-ന് ഭരണമുള്ളത്. 13 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് പാലക്കാട് ജില്ലയിൽ ഉള്ളത്. ഗ്രാമപഞ്ചായത്തുകളും വലിയൊരു ശതമാനത്തിലധികം ഗ്രാമപഞ്ചായത്തുകളും ഭരിക്കുന്നത് LDF തന്നെയാണ്. 62ഇടത്ത് LDF-ന്റെ ഭരണമാണ് ഉള്ളത്. ബാക്കി 23ഓളം ഇടത്ത് മാത്രമാണ് UDF-ന് ഭരണമുള്ളത്. 2ഇടത്ത് സ്വതന്ത്ര മുന്നണികളൊക്കെയാണ് ഭരിക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ചെങ്കോട്ട തന്നെയാണ് പാലക്കാട് ഉള്ളത് എന്നതിൽ സംശയമില്ല. ആ കോട്ട തകരില്ല എന്ന് തന്നെയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ, ആദ്യഘട്ട പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങളെല്ലാം മാസങ്ങൾക്ക് മുന്നേ തന്നെ LDF-ന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരുന്നു. പ്രധാനമായും LDF ഭരിക്കുന്ന പഞ്ചായത്തുകളിലൊക്കെ വികസന സന്ദേശ യാത്രകൾ നടത്തിയിരുന്നു. അതിൽ കൃത്യമായ രീതിയിൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ വികസനങ്ങൾ, അതേപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങൾ നടപ്പിലാക്കിയ വികസനങ്ങളൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് LDF-ന്റെ വികസന സന്ദേശ യാത്രകൾ ഓരോ പഞ്ചായത്തിലും ഓരോ ഗ്രാമങ്ങൾ തേടിയും നടന്നിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാന സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ തന്നെയാണ് ഇത്തവണ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, അതായത് തദ്ദേശ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും LDF പ്രചരണ ആയുധമായി ഉപയോഗിക്കുന്നത്. അതിൽ മികച്ച വിജയം തന്നെ LDF-ന് നേടാൻ വേണ്ടി സാധിക്കുമെന്ന കാര്യമാണ് നേതാക്കളും വ്യക്തമാക്കിയത്. പ്രധാനമായും കേരളത്തിൽ വമ്പിച്ച വികസന മുന്നേറ്റമാണ് ഈ 10 വർഷക്കാലം പിണറായി വിജയൻ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. അത് തന്നെയാണ് LDF-ന്റെ പ്രധാന പ്രചരണ ആയുധം. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് നഗരസഭയിലെ വാർഡുകളിലാണ്. എനിക്ക് പിന്നിൽ പാലക്കാട് നഗരസഭയിലൊക്കെ പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളിലെ വിൻഷക്കും കാണാൻ വേണ്ടി സാധിക്കും. ചുമരെഴുത്തുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ആവേശം പാലക്കാട് ജില്ലയിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. പാലക്കാട് നഗരസഭയിലടക്കം ഇന്ന് 1ാം ഘട്ട സ്ഥാനാർത്ഥികളെ LDF പ്രഖ്യാപിക്കും. അത്തരത്തിൽ കൃത്യമായ ചിട്ടയായ പ്രവർത്തനം പാലക്കാട് ജില്ലയിലും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും നമ്മൾ എടുത്തു പറയേണ്ടത് വിൻഷക്കും അറിയാം. കാരണം കഴിഞ്ഞ 1 വർഷം മുൻപാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അതിനുശേഷം കൃത്യമായി ഒരു വർഷം പൂർത്തിയാകുമ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പ് വന്നിരിക്കുകയാണ്. അതിനാൽ തന്നെ വലിയ ആവേശത്തിൽ തന്നെയാണ് പാലക്കാട്ടെ മുന്നണികളെല്ലാം തന്നെ ഉള്ളത്. പ്രധാനമായും UDF-ൻ്റെയും അതേപോലെ തന്നെ BJP-യുടെയൊക്കെ പ്രചാരണ പ്രവർത്തനങ്ങളെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. LDF ആണ് ഏറെ മികച്ച പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് പാലക്കാട് നഗരസഭയിൽ അടക്കം LDF-ൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു, ചുമരെഴുത്തുകൾ ആരംഭിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പാലക്കാട് ഇന്നലെ സംഭവിച്ചതാണ്. അതായത് പാലക്കാട് നഗരസഭയിലടക്കം UDF-നകത്ത് വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട്. അത് പ്രധാനമായും ജമാഅത്തെ ഇസ്ലാമിയുമായി ഉള്ള ബന്ധത്തെ ചൊല്ലിയാണ്. മുസ്ലിം ലീഗാണ് ആദ്യ വെടിപൊട്ടിച്ചത്. പ്രധാനമായും ജമാഅത്തെ ഇസ്ലാമിയെ വിജയിപ്പിക്കാൻ വേണ്ടി മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം ശ്രമിക്കുന്നു എന്ന ആരോപണവുമായി മുൻ നഗരസഭ വൈസ് ചെയർമാൻ അടക്കമുള്ള ഒരു കൂട്ടം പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് പാലക്കാട് നഗരസഭയിൽ UDF പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പാലക്കാട്ടെ MLA പറ്റിയാണ്.
MLA-ക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾക്ക് ഇതുവരെ കൃത്യമായ ഒരു മറുപടി പറയാൻ വേണ്ടി MLA-ക്കോ അല്ലെ പാലക്കാട്ടെ നേതാക്കൾക്കൊന്നും സാധിച്ചിട്ടില്ല. അത് വലിയ രീതിയിൽ തിരിച്ചടിയാകുമോ പാലക്കാട്ട് തെരഞ്ഞെടുപ്പിൽ എന്നൊരു ഭയം UDF ക്യാമ്പിനകത്തുണ്ട്. നേരെ മറിച്ച് BJP-ക്കകത്താണെങ്കിൽ വലിയ രീതിയിലുള്ള തമ്മിലടി നിലനിൽക്കുന്നു. BJP-യുടെ മുൻ നഗരസഭാ ചെയർപേഴ്സൺ അടക്കം പാർട്ടി വിടുന്നു എന്ന ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. ഫേസ്ബുക്കിലൂടെയാണ് ഇന്നലെ വൈകിട്ടോടുകൂടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടന്ന ദിവസം തന്നെ പാലക്കാട്ടെ മുൻ നഗരസഭാ ചെയർപേഴ്സൺ ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്തിയത്. മുൻ ചെയർപേഴ്സണായ പ്രിയ അജയനാണ് താൻ പാർട്ടി വിടുകയാണ് എന്ന ഒരു പ്രചരണം ഫേസ്ബുക്കിലൂടെ നടത്തിയിട്ടുള്ളത്. അതിനാൽ തന്നെ BJP-ക്കകത്ത് വലിയ രീതിയിലുള്ള ഭിന്നത നിലനിൽക്കുന്നുണ്ട്. C. കൃഷ്ണകുമാർ പക്ഷവും അതേപോലെ തന്നെ പാലക്കാട് നഗരസഭയിലെ E. കൃഷ്ണദാസ് BJP-യുടെ സംസ്ഥാന ട്രഷററാണ്. അദ്ദേഹവും നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ അടക്കമുള്ളവരാണ് C. കൃഷ്ണകുമാറിനെതിരെ മുൻകാലങ്ങളിൽ രംഗത്തെത്തിയത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അടക്കം BJP-ക്ക് വലിയ രീതിയിലുള്ള വോട്ടിൻ്റെ ശതമാനക്കുറവ് പാലക്കാട് നഗരസഭയിൽ ഉണ്ടായിട്ടുണ്ട്. അത് വലിയ രീതിയിലുള്ള ഒരു തമ്മിലടിയിലേക്കും തർക്കത്തിലേക്കും പിന്നീട് BJP എത്തുകയായിരുന്നു. അതൊക്കെ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കും എന്ന് തന്നെയാണ് നോക്കിക്കാണേണ്ടത്. വിൻഷ.